ജന്മഭാഗ്യവും ലോട്ടറിയും. സാർ, ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഈ ഇടയ്ക്ക് യൂട്യൂബ് കാണുമ്പോൾ ഇന്ന നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ ഇന്ന ദിവസം ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർ രാജയോഗം ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് തംബ്നെയിലും ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ ഇത് കണ്ടിട്ടാണ് നമ്മൾ കയറി നോക്കുന്നത്. കയറി നോക്കുന്ന സമയത്ത് ഒന്നും കാണില്ല. പക്ഷേ എന്തിൻ്റെ ബേസിലാണ് ഇന്ന നക്ഷത്രക്കാർ ലോട്ടറി അടിക്കുമെന്ന് പറയുന്നത്? സാറേ, അതിലും അതിശയകരമായ ചിലത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചിട്ട് ഇന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നു. അഷ്ടമംഗല്യ പ്രശ്നം തമ്പനയിൽ അതാണ്. ഈ അഷ്ടമംഗല്യ പ്രശ്നം ലോട്ടറി, അഷ്ടമംഗല്യ പ്രശ്നം വെക്കാനായിട്ട് ഒരു പ്രസ്താവ് വേണം. അതെ അതെ അതെ, മനസ്സിലായ? ഒരു പബ്ലിക്കായിട്ട് രീതിയിൽ അഷ്ടമംഗല്യം. പക്ഷേ ആൾക്കാർ വ്യൂവേഴ്സ് കൂടും. അത് കാണാം, യൂട്യൂബിൽ കാണും, മിക്ക ഇതിലും കാണും. ഈ ബമ്പർ ആർക്ക് കിട്ടുമെന്ന് ഞങ്ങൾ അഷ്ടമംഗല്യ പ്രശ്നം അടിച്ച് ഇത് വെച്ചെന്ന് പറഞ്ഞ് എന്നിട്ട് കുറച്ച് നാളുകൾ പറയും. ഒന്ന് പറയാം, ലോട്ടറി ആർക്കടിച്ചാലും അശ്വതി മുതൽ രേവതി വരെയുള്ള ഏതെങ്കിലും 27 നക്ഷത്രം ഒരാൾക്ക് മാത്രമേ അടിക്കൂ. അതിന് പുറത്തുള്ള ഒരാൾക്കും അടിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എന്നുള്ള പ്രതിഭാസമുണ്ട്. ഇപ്പോൾ ജാതകമൊക്കെ നമ്മൾ നോക്കിയാലും ഇപ്പോൾ നീചഭംഗ രാജയോഗം എന്നൊക്കെ പറഞ്ഞുണ്ട്. കാര്യം അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ട് പെട്ടെന്ന് ഇവർ ചാടി ഇത് ചെയ്യും. അങ്ങനെ കുറേ പേര് ലോട്ടറി അടിക്കുന്ന കുറേ അധികം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവരെ ഭാഗ്യദേവത കൈപിടിച്ചതാണ്. അങ്ങനെയാണ്. വേറൊന്ന്, ചില ബിസിനസ്സുകാരെ നോക്കിയാൽ, അത് ഗോൾഡ് ബിസിനസ്സും അതും ഇതും ഉള്ള ചിലരെ നോക്കിക്കഴിഞ്ഞാൽ, ഇതെൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ള ഇവർക്കൊക്കെ നിധി കിട്ടിയ ആൾക്കാരാണ്. ചിലത് പെട്ടെന്ന് കുടുംബപരമായിട്ട് ഒരു ഗോൾഡ് ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഒരു പക്ഷേ രാജഭരണകാലത്ത് അങ്ങനെയൊക്കെ നിധി അങ്ങനെ കുഴിച്ചു വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ബാക്കി വേറെ രാജ്യക്കാർ വന്ന് അങ്ങനെ അവിചാരിതമായിട്ട്, കാര്യം നമുക്കറിയില്ല ഈ കേരളം, നമ്മളീ ജീവിക്കുന്ന ഈ എറണാകുളം ജില്ലയ്ക്ക് എത്ര വർഷത്തെ ഇതുണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ട് എത്ര വർഷമായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്നു എന്നൊന്നും അറിയില്ല. അന്നത്തെ മനുഷ്യർക്കും സമ്പാദ്യം ഉണ്ടായിരുന്നു. അന്നത്തെ സമ്പാദ്യം ലോഹങ്ങളായിരുന്നു. ശരിയാണ്. ഈ ലോഹങ്ങൾ കുഴിച്ചിടുകയായിരുന്നു, അല്ലേ? ഈ കുഴിച്ചിട്ടത് പലതും നിധിയായിട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഉണ്ട്. ചിലയിടത്ത് കുഴിക്കുമ്പോഴത്തേക്കും ഇത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിധി കിട്ടി, നാണയങ്ങൾ കിട്ടിയെന്ന് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പറുകളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരന് ലോട്ടറി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അശ്വതി നക്ഷത്രക്കാർ എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ലോട്ടറി കിട്ടുകയില്ല. കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ എന്തോ ഒക്കെ ഘടകങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് ലോട്ടറി അടിക്കും, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ലോട്ടറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50,000, 1,00,000, ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസൊക്കെ കുറഞ്ഞ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റയക്ക നമ്പറുകളിൽ ഇവർക്ക് മാറിപ്പോകും. ഒറ്റയക്ക എന്ന് പറഞ്ഞാൽ ഭാഗ്യദേവത അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു പരീക്ഷ എഴുതിയെന്ന് വെച്ചോ, ഈ പരീക്ഷയിൽ നമ്മൾ പഠിച്ചു പോയത് കംപ്ലീറ്റ് ചോദിക്കണമെന്നില്ല. അതിൽ ഭാഗ്യം എന്ന് പറഞ്ഞ ഘടകമുണ്ട്. നമ്മളിപ്പോൾ 10ാം ക്ലാസ് പല പരീക്ഷകൾ ജയിച്ചിട്ടുണ്ട്. ഈ പരീക്ഷകളിൽ നമ്മൾ പാഠപുസ്തകത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചിട്ട് പോയല്ല പരീക്ഷ എഴുതിയത്. ശരിയല്ലേ? ഭാഗ്യം എന്ന് പറയുന്ന ഘടകം, കാര്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യം അവിടെ ചോദ്യമായത് വന്നുകൊണ്ട് ഉത്തരം എഴുതി നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് 35, 40, 50, 60% മാർക്ക് വാങ്ങിച്ച് നമ്മൾ ജയിച്ചു വന്നിരിക്കുകയാണ്. അതും ഈ ലോട്ടറിയുടെ കാര്യത്തിലും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തീവ്രമായ വിശ്വാസം. ഇപ്പോൾ ചിലരുടെ കാര്യത്തിലൊക്കെ ഇവർക്ക് ലോട്ടറി അടിക്കുന്നു, തീവ്രമായ വിശ്വാസം വരിക, പിന്നെ ഇവർക്ക് അതിൻ്റെതായ പ്ലസ് കാർമിക്കുണ്ടാകുക. ഒരു പക്ഷേ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ കുറേ അധികം ആൾക്കാരെ ഇവർ സഹായിച്ച് കാണും. കുറേ അധികം ആൾക്കാരെ സഹായിച്ചതിൻ്റെ അതിൻ്റെ ഒരു റിസൾട്ട് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദേവതകൾ ഇവർക്ക് കൊടുക്കുന്ന. പക്ഷേ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരുടെയും കണ്ടിട്ടുണ്ട്, ഇവർക്ക് ലോട്ടറി അടിക്കുന്ന ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലായി. ചിലപ്പോൾ ഇവർ സ്വപ്നം കണ്ട് അത് ചെയ്തെല്ലാം ഇതായി ലോട്ടറി ചിലപ്പോൾ 1, 2 നമ്പറിന് പോയി. ഉടനെ ഇവരെന്ത് വിശ്വാസത്തിലാണോ നിന്നത് അവിടെ നിന്ന് നേരെ ഡൗൺ ആകും. നമ്മുടെ ഏണിയും പാമ്പും കളിക്കുമ്പോൾ 99ാമത്തെ അക്കത്തിൽ നിന്ന് നേരെ 2ലേക്ക് വരുന്നൊരു പാമ്പുണ്ട്. ഒരു വേദന, വലിയ വേദനയാണ്. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓക്കെ ഇവരുടെ മനസ്സ്, അപ്പോൾ ഈ നമ്മുടെ എന്തൊക്കെ പറയുമ്പോഴും കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ കളി ഇതിലുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് 2 അക്കത്തിനാണ് പോയത്, അല്ലെങ്കിൽ 3 അക്കത്തിനാണ് പോയത്, അടുത്ത ഇതിൽ എനിക്ക് ഉറപ്പാണെന്നുള്ള തലത്തിലേക്ക് ഇവർ വരുന്നില്ല. മിക്കവരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഇവർ ഏത് ഒരു എനർജിയിൽ നിന്നിരുന്നു,
ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ അതൊരു എനർജിയാണല്ലോ. ഭാഗ്യം എന്ന് പറയും, ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഈ സമ്പത്തിനെ ലക്ഷ്മി എന്നുള്ള ദേവതയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലക്ഷ്മി എന്തെന്നറിയാത്ത കോടീശ്വരന്മാരും ഭൂമിയിലുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ദേവതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാഗ്യസൂക്തമോ ഒന്നും കേൾക്കാത്ത ആൾ ഭാഗ്യവാന്മാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു രൂപം കൊടുത്ത എനർജിക്ക്. പക്ഷേ ആ ഒരു ഘട്ടത്തിലെത്തിയിട്ട് ഇവർ അപ്പോൾ കംപ്ലീറ്റ് പഴിക്കും. എന്നിട്ട് ഈ ഊർജം എന്ത് ലെവലിൽ അവർ നിൽക്കുന്ന അവിടെ നിന്ന് നേരെ താഴോട്ട് വരുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ നമ്മുടെ ബമ്പർ അടിച്ചില്ലേ, അതെ, ഈ ബമ്പർ അടിക്കുമ്പോൾ ഞാൻ പാലക്കാട്ടേക്ക് യാത്ര ചെയ്യാം ആ ആഴ്ചയിൽ. അപ്പോൾ പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AC കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. AC 2 ടയറാണ് യാത്ര ചെയ്തത്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ ഒരു ബാബാജിയുടെ കാര്യം യൂട്യൂബിൽ വന്നു. ഞാൻ നോക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ രോഗിൻ സാറും മറ്റേ ബ്രഹ്മാനന്ദഗിരി സ്വാമിയായിട്ടെടുത്ത ഇതാണോ എന്നറിയില്ല. അത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഞാനത് ക്ലിക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പാലക്കാടിൻ്റെ ലോട്ടറി, തൃശ്ശൂരെത്തുന്ന ട്രെയിൻ, പാലക്കാട് ജില്ലയിലെ ലോട്ടറി എന്ന് പറഞ്ഞ് അതിനകത്ത് സാധാരണ AC കോച്ചിലൊരു ലോട്ടറി വിൽപ്പനക്കാരൻ വരണത് അപൂർവമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. ഇങ്ങേര് വന്നിട്ട് പാലക്കാട് ജില്ലയിലെ ലോട്ടറി ആണെന്ന് പറഞ്ഞ് ചോദിച്ച് ഞാൻ ഇതിൽ ശ്രദ്ധിക്കുന്നു, ഇത് ചെയ്ത് പെട്ടെന്ന് മറഞ്ഞുപോയി. അപ്പോൾ എനിക്ക് തോന്നി ആ ലോട്ടറി പാലക്കാട് ജില്ലയിലെ ലോട്ടറി എടുക്കാം. ഞാൻ ലോട്ടറി അങ്ങനെ ചോദിച്ച് വന്നാൽ എടുക്കും, അല്ലാണ്ട് എടുക്കണ ശീലമൊന്നുമില്ല. എടുക്കാമെന്ന് തോന്നി എനിക്ക്. പക്ഷേ നോക്കിയപ്പോൾ ആൾ പോയി, കണ്ടില്ല. പക്ഷേ അതൊരു സൂചനയായിരുന്നു. കാര്യം ആ സമയത്ത് നമ്മുടെ മഹാവതാർ ബാബാജിയുടെ ഇതാണ് കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു എനർജി. ആ സമയത്ത് പാലക്കാട് ജില്ല, അത് ട്രെയിൻ പാലക്കാട് ജില്ലയിലല്ല ഓടുന്നത്, ഒന്നുകിൽ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അവിടെ ഒരു സൂചന വന്നതാണ്, പാലക്കാട് ജില്ലയിലെ ലോട്ടറി, ബമ്പർ ലോട്ടറി എന്ന് പറഞ്ഞാണ് പുള്ളി, അത് മാത്രമേ ഉള്ളൂ പുള്ളി വിൽക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പുള്ളി ചോദിച്ച് പോവുകയും ചെയ്തു. ഒന്നുകിൽ ട്രെയിൻ നിർത്തിയിട്ട് ആ സമയത്ത് പുള്ളി കയറിയതായിരിക്കും, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. കാര്യം ഞാൻ യൂട്യൂബിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നു. പക്ഷേ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഇങ്ങനെ പലർക്കും ഈ എന്താണ് അത് അങ്ങയുടെ കയ്യിൽ ആ നമ്പരായിരുന്നോ ഉണ്ടായിരുന്നെന്നറിയില്ല. മനസ്സിലെ ഈ തിരുവനന്തപുരത്ത് കുറച്ച് 2-3 വർഷം മുമ്പ് ഒരു 25 കോടി ബബ്ബർ അടിച്ചവർ അവർ ആ ടിക്കറ്റ് എടുക്കണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ സാർ? ഒരു ന്യൂസ് ചാനലിൽ. കാര്യം ന്യൂസ് ചാനലിൽ ഇതിൻ്റെ ആ ലോട്ടറി നറുക്കെടുപ്പിൻ്റെ മുമ്പത്തെ ദിവസം ഒരിടത്ത് ആര് ലോട്ടറി എടുക്കുന്നു എന്ന് പറഞ്ഞ് വരികയാണ്. ഇദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റോ. അപ്പോൾ ഇവരിങ്ങനെ പരുതുന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്നു, ആ ടിക്കറ്റ് ഇവർ തിരിച്ച് വെച്ചിട്ട് അടുത്ത ടിക്കറ്റ് എടുക്കുകയാണ്. ആ ടിക്കറ്റ് എടുക്കുന്നതിനാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരു എന്തോ ഇവർക്ക് ആ ലോട്ടറി അടിക്കേണ്ട ആ ഒരു എനർജി ആ സമയത്ത് ഇവരുടെ തോട്ട് പ്രോസസ്സിൽ വന്നതുകൊണ്ടാണ് മറ്റേ ടിക്കറ്റ് മാറ്റി ഇവർ ഇതെടുത്തത്. അപ്പോൾ എന്തോ ഒരു എനർജി, നമ്മളിലേക്ക് ഭാഗ്യം വരേണ്ട എനർജി കളിക്കുന്നുണ്ട്.